വെറുത്ത് വെറുത്ത് വെറുപ്പിൻ്റെ അവസാനം എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. അഴകിയ രാവണൻ എന്ന ചിത്രത്തിൻ്റെ ക്ലൈമാക്സിൽ നായിക മമ്മൂട്ടിയോട് പറയുന്ന ഡയലോഗാണിത്. ഈ ഡയലോഗിൻ്റെ നേരെ ഉൾട്ടയാണ് ഇപ്പോൾ മാർവൽ സ്റ്റുഡിയോസ് എന്ന ഹോളിവുഡിലെ വമ്പൻ നിർമ്മാതാക്കൾക്ക് സംഭവിക്കുന്നത്. എൻ ഗെയിം വരെ എല്ലാവരുടെയും പ്രീതി പിടിച്ചുപറ്റി ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ചിരുന്ന അവർ ഇപ്പോൾ ഓരോ ദിവസവും തകർച്ചയിലേക്ക് നീങ്ങുകയാണ്. അടുത്തിടെ റിലീസ് ചെയ്ത ചില മാർവൽ കണ്ടന്റുകളുടെ അവസ്ഥ തന്നെ നമുക്ക് നോക്കാം. നെറ്റ്ഫ്ലിക്സ് ആരാധകരുടെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം ഡെയർഡെവിളിൻ്റെ റീബൂട്ട് സീരീസ് ഡെയർഡെവിൾ ബോൺ അഗെയിൻ മികച്ച അഭിപ്രായങ്ങൾ നേടിയിട്ടും വലിയ പ്രേക്ഷക ശ്രദ്ധയൊന്നും നേടിയില്ല. ഒരു കാലത്ത് എല്ലാവരും കാത്തിരുന്ന കൊടൂര വില്ലൻ മഫിസ്റ്റോയെ അവതരിപ്പിച്ചിട്ട് പോലും അയൺ ഹാർട്ട് എന്ന സീരീസും ആരും മൈൻഡ് ചെയ്തില്ല. വാട്ട് ഇഫ് സീസൺ 3 ആണെങ്കിൽ വന്നതും പോയതും ആരും അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ സീരീസുകളുടെ കാര്യം. ഇനി നമുക്കൊന്ന് സിനിമകളുടെ കാര്യം പരിശോധിക്കാം. വൻ ആരാധകരുള്ള ക്യാപ്റ്റൻ അമേരിക്കയുടെ 4ാം ഭാഗം ബ്രേവ് ന്യൂ വേൾഡ് മിക്സഡ് റിപ്പോർട്ട് ലഭിച്ച് എങ്ങനെയൊക്കെയോ തട്ടിമുട്ടിയാണ് വിജയിച്ചത്. വൻ അഭിപ്രായങ്ങൾ നേടിയിട്ട് പോലും മാർവലിൻ്റെ പുതിയ അവഞ്ചേഴ്സ് ടീമിനെ അവതരിപ്പിച്ച തണ്ടർബോൾട്സ് എന്ന ചിത്രം പരാജയപ്പെട്ടു. ബോക്സ് ഓഫീസിൽ 400 മില്യൺ ക്ലബിൽ പോലും കയറാനാകാതെ ഈ സിനിമ സ്റ്റുഡിയോയുടെ എല്ലാ സൽപ്പേരും കളഞ്ഞുകുളിച്ചു. മുൻപ് ആവറേജ് റിവ്യൂ വെച്ച് 1 ബില്യൺ ക്ലബിൽ കയറിയിട്ടുള്ള ക്യാപ്റ്റൻ മാർവൽ പോലെയുള്ള ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ളവരാണ് ഇന്ന് മികച്ച റിവ്യൂസ് നേടിയ ചിത്രങ്ങൾ പോലും വിജയിപ്പിക്കാനാകാതെ കഷ്ടപ്പെടുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മാർവലിൻ്റെ വിശ്വാസ്യതയും പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. എന്നാൽ ഈ സമയം മാർവലിൻ്റെ എതിരാളികളായ DC ആകട്ടെ സൂപ്പർമാൻ എന്ന ചിത്രത്തിലൂടെ വമ്പൻ തിരിച്ചുവരവ് നടത്തി. ബോക്സ് ഓഫീസിൽ സിനിമ വിസ്മയങ്ങൾ സൃഷ്ടിച്ച് മുന്നേറുകയാണ്. സ്റ്റുഡിയോയിലുള്ള എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ആരാധകരെയും എന്തിന് ഹേറ്റേഴ്സിനെ പോലും തിരികെ തിയേറ്ററുകളിലേക്ക് കൊണ്ടുവരാൻ സൂപ്പർമാന് സാധിച്ചു. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന ഈ അവസ്ഥയിൽ മാർവൽ സ്റ്റുഡിയോസിൻ്റെ അവസാന കച്ചിത്തുരുമ്പായ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ആദ്യഘട്ടത്തിൽ 87% റോട്ടൺ ടൊമാറ്റോസ് റേറ്റിംഗ് ആണ് ചിത്രത്തിന് ലഭിച്ചത്. അതേസമയം DCയുടെ സൂപ്പർമാന് ഇത് 83%. റേറ്റിംഗ് ആവശ്യത്തിനുണ്ടായിട്ടും ഫാന്റാസ്റ്റിക് ഫോറിന് ബുക്കിംഗ് അത്രമാത്രം ഇല്ലെന്ന് തന്നെ പറയാം. തണ്ടർബോൾട്സ് 88% റേറ്റിംഗ് വന്നിട്ടും അത് പരാജയത്തിലേക്ക് നീങ്ങിയെന്നത് നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കണം. മുൻപൊക്കെ കേരളത്തിലൊരു മാർവൽ ചിത്രത്തിൻ്റെ ബുക്കിംഗ് ആരംഭിച്ചാൽ മണിക്കൂറുകൾക്കകം ഹൗസ്ഫുൾ ആകുന്ന തിയേറ്ററുകളൊക്കെ ബുക്ക് മൈ ഷോയിൽ പച്ച നിറത്തിൽ നിൽക്കുകയാണ്. പലരും സിനിമയുടെ റിലീസ് ഡേറ്റ് പോലും ഓർത്തിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഐമാക്സിൽ ഷൂട്ട് ചെയ്ത സിനിമയായിട്ട് പോലും കൊച്ചിയിലും തിരുവനന്തപുരത്തെയും ബുക്കിംഗ് ആകെ ശോകമാണ്. ഒരു മാർവൽ ചിത്രം എന്നതിലുപരി നിരവധി ആരാധകരുള്ള ബ്രാൻഡ് കൂടിയാണ് ഫാന്റാസ്റ്റിക് ഫോർ. പഴയ കോമിക് ബുക്കുകളാണെങ്കിലും പിന്നീട് 2005 റിലീസ് ചെയ്ത സിനിമയാണെങ്കിലും വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുണ്ട്. 90s കിഡ്സിൻ്റെ നൊസ്റ്റാൾജിയകളിലൊന്നാണ് ഇയോൺ ഗ്രിഫുഡും ക്രിസ് വാൻസും എല്ലാം അഭിനയിച്ചിട്ടുള്ള പഴയ ഫാന്റാസ്റ്റിക് ഫോർ ചിത്രങ്ങൾ. ഇത്രയൊക്കെ ഓർക്കാനുണ്ടായിട്ടും തിയേറ്ററുകളിലേക്ക് ഒരു തള്ളിക്കയറ്റമില്ല. 18ാമത്തെ അടവെന്നുള്ള നിലയ്ക്ക് ചിത്രത്തിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ സംവിധാനം ചെയ്തത് റൂസോ ബ്രദേഴ്സ് ആണെന്നും റോബർട്ട് ഡൗണി ജൂനിയറിൻ്റെ ഒരു ഗസ്റ്റ് റോൾ കാണാൻ സാധ്യതയുണ്ടെന്നുമുള്ള ഒരു റൂമർ അങ്ങ് തട്ടിവിട്ടു. എന്നാൽ അതിനും പ്രേക്ഷകരെ ആകർഷിക്കാൻ സാധിച്ചിട്ടില്ലെന്നതാണ് ബുക്കിംഗ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മാർവലിൻ്റെ എല്ലാ സൂപ്പർ ഹീറോസും ഒന്നിക്കുന്ന ബ്രഹ്മാണ്ഡ ചിത്രമായിട്ട് പോലും അവഞ്ചേഴ്സ് ഡൂംസ് ഡേക്ക് ഇപ്പോൾ ഹൈപ്പ് കുറവാണ്. അത്രമാത്രം മാർവൽ ആരാധകർ ഇപ്പോൾ തിയേറ്ററുകളിൽ നിന്ന് അകന്നു കഴിഞ്ഞു. എന്നാൽ റിവ്യൂ ഷോകളിലെ റിവ്യൂസിനും റോട്ടൺ ടൊമാറ്റോസ് റേറ്റിംഗിനും അപ്പുറത്തെ പ്രകടനങ്ങൾ ഇതിനു മുൻപ് മാർവൽ നടത്തിയിട്ടുണ്ട്. അത്തരമൊരു അത്ഭുതത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാ മാർവൽ ആരാധകരും. അല്ലെങ്കിൽ DCക്ക് മുൻപിൽ അധികം വൈകാതെ മാർവൽ സ്റ്റുഡിയോസ് എന്ന ഭീമൻ തകർന്നു വീഴും.